അല്ല മാനോജത് നനച്ചുകൊണ്ട് പീടിയിൽ ആരും ഇല്ലല്ലോ, പീടിക്ക് പോണല്ലോ. അപ്പൊ ഇമ്മ പറഞ്ഞോട് നനക്ക് നനച്ചിട്ട് ചെറുത് നനക്കണം പറഞ്ഞേ. പീടിക്ക് പോണല്ലോ എന്തായാലും, പീടിയിൽ ആളില്ലല്ലോ. പീടിയിൽ ആരും ഞങ്ങളിപ്പോ പിന്നെ ഞാൻ പീടിക്ക് പോയിക്കോളാം. മാനോ എന്താ അല്ല മാനോ, എനിക്ക് പീടിന്റെ അടുക്ക് ഇറങ്ങൊന്നും വേണ്ടേ? ആൾക്കാരൊക്കെ അതും ഇതൊക്കെ ഓരോന്ന് പറയണ്ടല്ലോ. ഇവിടെ തല നിർത്തി നടക്കാൻ വെച്ചാ മാനോ. ഇജു ആറാം കുട്ടിയാക്കാരൻ മകളുമാടി എന്താ ബന്ധം? നാളെ എന്റെ കല്യാണക്കാരൻ സംസാരിക്കാൻ ഒരു ടീം കൂടെ വരുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ പൊറുക്കാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അയാളെ മോളെ സ്നേഹിച്ചു, എനിക്ക് അയാളെ മോളെ ഇഷ്ടമാണ്. അത്ര ഈ നാട്ടുകാര് പറഞ്ഞ മാതിരി പൊറുക്കാത്ത തെറ്റൊന്നും പൊന്നാറപ്പ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അയാളെ കുട്ടീനെ സ്നേഹിച്ചു, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ്, കുട്ടിക്ക് ഇന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം കഴിക്കണം, അതാണ് ഞങ്ങളെ. വല്ലാതെ വേറെന്താ ഇപ്പൊ ആൾക്കാർ പറയാനുള്ളത്? ഞമ്മക്ക് ഇഷ്ടം പോലെ മുതലുണ്ട്, അയറ്റൊക്കെ മുതലില്ല, ആ ഒരു കമ്മിയല്ലുള്ളൂ. അത് വലിയൊരു അപരാധമൊന്നും അല്ലല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അതങ്ങനത്തെ ഇതാണോ? നമ്മൾക്ക് ഇഷ്ടം പോലെ മുതലുണ്ട്, അയറ്റൊക്കെ മുതലില്ല. അത് ഞമ്മക്കൊരു എത്തിൻകുട്ടിനെ ഏറ്റെടുക്കുന്ന മാതിരി ഏറ്റെടുത്ത പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ അത്ര ചെയ്തിട്ടുള്ളൂ. അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വലിയ ആരോ അപരാധമാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന തെറ്റല്ല. എന്താ മാനോജ് വിചാരിച്ചിട്ടുണ്ട്? ഇന്നലെ വരെ ആറാം കുട്ടിയൊക്കെ നമ്മൾ തൊടുവിലൂടെ പണിയെടുക്കേണ്ട ആളാ. അയാളെ മകളെ തന്നെ എനിക്ക് വേണമെന്നുണ്ടാ? നാട്ടിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഇജാ പൂജയാണ് മനസ്സിൽ നിന്ന് ഒഴിവാക്കി കാളാ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവറാൻകുട്ടിയാക്കാൻ്റെ മോള് റസീനയാണ്. അല്ലെങ്കിൽ ഞാൻ കല്യാണം നടന്ന സമ്മതി മാനൂനില്ല. ഈ നാളെ വരാന്ന് പറഞ്ഞ ടീമിനോട് ഇന്നെ തേടി വരണ്ടാന്നാണ് പറഞ്ഞേക്ക്. ഞാൻ കെട്ടുകയാണെങ്കിൽ അവറാൻകുട്ടിയാക്കാൻ്റെ മോള് റസീനാനേ കെട്ടുള്ളൂ. ഞാൻ അങ്ങാടിയിലൊന്ന് പോയേരട്ടോ. അങ്ങാടിക്കോ? എന്റെ മരുന്ന് കഴിയാനായിക്കോളൂ തോന്നുന്നത്. മരുന്ന് കഴിക്കണ നാളേക്കും കൂടി ഉണ്ടാവും. തന്നെ അതിന്റെ സീറ്റ് എവിടെ? വീട്ടുകാരുടെ ആൾമാരിലുണ്ടല്ലോ. എന്നാ ഞാൻ എടുത്തോളട്ടെ. ആയിക്കോട്ടെ, ഞാൻ എന്താ വരുന്നുട്ടാ. ഇതൊന്നാട് നിക്ക്, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? പിന്നെ ഞാൻ രാവിലെ ചായക്ക് പോയി ഐദർശന്റെ കടയിൽ നിന്ന് ചായ കുടിച്ച് വരുമ്പോഴേ പിന്നെ അവിടെ ആൾക്കാരുടെ ഒരു സംസാരം ഭയങ്കരമാണ്. ആൾക്കാർ പറയാണ് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അവിടുത്തെ ആ ഇളയ ചക്കനും നമ്മളെ പിന്നെ ഇഷ്ടത്തിലാന്ന് ഇവിടെ ചായപ്പീടിയിലൊക്കെ ഒരു സംസാരം അയക്കണേ. അതിന്റെ സത്യാവസ്ഥ അറിയാന് ഇജ്ജ് അത് അങ്ങാടിയിൽ നിന്ന് കണ്ടുപോന്ന് ചോദിച്ചറിയണം. എങ്ങനെ ഇപ്പൊ ആൾക്കാർ ഈ പറയുന്നത് സത്യമാണോ അല്ലാന്ന് അറിയില്ലല്ലോ. ആരൊപ്പം കൂടെ പറഞ്ഞു? ഐതച്ച് പറഞ്ഞ ലേഖത്തോട് കാരന്. അപ്പൊ ഞാൻ ചായ കുടിച്ചിറങ്ങുമ്പോ ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളെ ആണോന്ന് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ എനിക്കിപ്പോ ആണ്ടൊന്നും പോകാൻ പറ്റില്ല. വിജയാവൽ അങ്ങാടിക്ക് കയറിയല്ലേ, അപ്പൊ അതൊന്ന് ചോദിച്ചറിയാം. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തൊരു പാട് ആരും മാനുവോ? ഒന്നവിടെ നിന്നാ ഒരു കാര്യം എന്നോട് പറയാണ്ട്. അല്ല മാനുവോ, ഞാൻ എന്നെ കുറെ ഒന്ന് കാണണം നിർത്തി നടക്കുന്നതായിരുന്നു. എന്തെന്റെ പെങ്ങള് കുഞ്ഞിമൂനായിട്ട് എനിക്ക് ബന്ധം അറിഞ്ഞതൊക്കെ സത്യ. ഞാൻ ഇപ്പൊ ഇറങ്ങുമ്പോ ഇപ്പൊ എന്നോട് അവിടുന്ന് പെരീന്ന് പറഞ്ഞോന്ന് ചോദിക്കോണ്ടിന്ന് പറയണേ. അപ്പൊ അന്നൊന്ന് കാണാൻ വേണ്ടി നടക്കായിരുന്നു. എന്താണ് ബന്ധം എന്നുള്ളത് പറഞ്ഞടിക്കാച്ച്. ഞാൻ ഇത് അറിഞ്ഞത് സത്യമാണ്. പക്ഷേ ഞാൻ എന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. മാനുവോ, എന്റെ പെങ്ങളെ ജീവിതം നശിപ്പിക്കാനാണ് എന്റെ തീരുമാനം വെച്ചെങ്കിൽ ഇത് ഞാൻ വിട്ടുതരില്ല. പിന്നെ അത് മാത്രമല്ല, ഇജ്ജോളെ ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ഇത് നടത്തി തരാനും ഞാൻ തയ്യാറാണ്. കാരണം അല്ല വേറൊരു ഉദ്ദേശമാണ് എൻ്റെ മനസ്സിൽ വെച്ചെങ്കിൽ ഇന്റെ തനി സ്വരൂപച്ച അറിയും. പടച്ചറപ്പാണ് സത്യം. എൻ്റെ പെങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ഇതിലപ്പുറം എനിക്ക് എന്നോടൊന്നും പറയാനില്ല. ഇത്ര എനിക്ക് എന്നോട് പറയാനുള്ളൂ. വല്ലാഹി സത്യം, എൻ്റെ പെങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കല്യാണം കഴിക്കാനാണ്. അതിന് എനിക്ക് ഇഷ്ടമാണ്. അത് ആരെതിർത്താലും ഞാൻ അതിന് തയ്യാറാണ്. ഇതൊക്കെ ഇപ്പം എൻ്റെ ബാപ്പ സമ്മതിച്ചുവോ? അതും കൂടി നോക്കണ്ടപ്പ നമ്മള്.